വിദ്യാർത്ഥികളുടെ സിനിമയോടുള്ള കമ്പം അധ്യാപകർ നിറവേറ്റിയത് ഒരു സിനിമ തന്നെ നിർമ്മിച്ചാണ്. കോഴിക്കോട് ലിറ്റിൽ ഡാഫോഡിൽ സ്കൂൾ നിർമ്മിച്ച ഈ ബന്ധം സൂപ്പറ എന്ന സിനിമയാണ് റിലീസിനൊരുങ്ങുന്നത്. അധ്യാപകരും കുട്ടികളും തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച നല്ല കാര്യം ചെയ്തു കൊടുത്തുകൂടെ? എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. നമ്മുടെ ഉണ്ണിമോളെ പോലെ ഇല്ലേ? പട്ടാളക്കാരനാണെങ്കിലും നല്ലൊരു മനസ്സുണ്ട് അച്ഛോ. ഞങ്ങൾ സ്കൂളിൽ സ്ഥിരമായിട്ട് CCA കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫ്രൈഡേയും നടത്താറുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ കോമ്പറ്റീഷൻസ് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, അതായത് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എന്നാണ് തുടങ്ങിയത്, പിന്നെ അത് ഒരു ശരിക്കുള്ള ഫിലിമായിട്ട് അത് മാറും. വിദ്യാർത്ഥികളുടെ കലാവാസനകൾ വളർത്താനാണ് ടൈം ടേബിളിൽ നിശ്ചിത സമയം അധ്യാപകർ മാറ്റിവെച്ചത്. ഇതൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിലെത്തി. ഒടുവിലത് സിനിമയിലും. ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കുറേ സീൻസൊക്കെ കോഴിക്കോടും മറ്റുള്ള സ്ഥലങ്ങളിലുമായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു പടമാകാം എന്നുള്ള ഐഡിയ കുട്ടികൾ വീണ്ടും പറയാൻ തുടങ്ങി. 3 പാട്ടുകൾ എഴുതി അതിന് വീണ്ടും കഥ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു നല്ല ചിത്രമെന്നുള്ള ആശയം വരികയും കൂടുതൽ ആർട്ടിസ്റ്റുകളെ ചേർത്തുകൊണ്ട് ചിത്രം അല്പം കാലതാമസം സംഭവിച്ചുവെങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വൃദ്ധസദനത്തിൽ നിന്നും ഒരച്ഛനെയും അമ്മയെയും ദത്തെടുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരും രക്ഷകർത്താക്കളും നിയമസംരക്ഷണം നൽകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ കംപ്ലീറ്റ് ക്രൂ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റത്തെ ടൈമിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു, പിന്നെ ക്യാമറയിലെ ആൾക്കാർ പറഞ്ഞു, ഡയറക്ടറൊക്കെ പറഞ്ഞ് പിന്നെ റെഡിയാക്കി തന്നു. വിദ്യാർത്ഥികളായ അബിൻ ജോസഫ്, ദേവിക രാജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത്. ഇവരോടൊപ്പം മേജർ രവിയും 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവും അണിനിരക്കുന്നു. സിനിമ ഈ മാസം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. 24 കോഴിക്കോട്.